ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ES ക്ലാസ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ഈസ് മൈ കൺട്രിയിലെ പാർട്ട് 2 ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ബ്രിട്ടീഷുകാർ എങ്ങനെ നമ്മുടെ ഇന്ത്യയിലെത്തി, അവരെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഭരണം പിടിച്ചെടുത്തത്, പിന്നെ ആ ഭരണം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. ഉപ്പ് സത്യാഗ്രഹം അല്ലേ, സാൾട്ട് സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ സമരം, പിന്നെയോ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചും മനസ്സിലാക്കിയില്ലേ. ആരൊക്കെയായിരുന്നു? മഹാത്മാഗാന്ധി, അതുപോലെ നെഹ്റു, പിന്നെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മൾ മനസ്സിലാക്കിയില്ലേ. നെക്സ്റ്റ് എന്തായിരുന്നു? ഇന്ത്യ ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക്. Children prepared an Independence Day magazine incorporating the information gathered from വിനയൻ സാർ. വിനയൻ മാഷ് നിന്ന് ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടല്ലേ കുട്ടികൾ. അതുപയോഗിച്ചിട്ട് അവരൊരു ഇൻഡിപെൻഡൻസ് ഡേ മാഗസീൻ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് ശേഷം എന്താണ്? റീഡ് ദ ഇൻഫർമേഷൻ ഇൻ ദ മാഗസീൻ റിലീസ്ഡ് ബൈ മേഘ ടീച്ചർ. ആ മാഗസീൻ ആരായിരുന്നു പ്രകാശനം ചെയ്തിരുന്നത്, റിലീസ് ചെയ്തിരുന്നത്? മേഘ ടീച്ചറായിരുന്നു. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ. മെനി പ്രൊട്ടക്ട്സ് വി ഓർഗനൈസ്ഡ് ആൾ ഓവർ ഇന്ത്യ ഫോർ ഫ്രീഡം. ദ വേർഡ്സ് ഓഫ് ലീഡേഴ്സ് ലൈക്ക് ഗാന്ധിജി ഇൻസ്പയർഡ് ദ പ്രൊട്ടക്ടേഴ്സ് ആൻഡ് എനർജൈസ്ഡ് ദ മൂവ്മെൻറ്റ്സ്. എന്താണ് മക്കളെ പറയുന്നത്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെല്ലായിടത്തും എന്താണ് ഒരുപാട് സമരങ്ങൾ സംഘടിച്ചിട്ടുണ്ട് അല്ലേ. ഗാന്ധിജിയെ പോലുള്ള നേതാക്കളായിരുന്നു അവരെ സമരം ചെയ്യാനുള്ള എനർജി നൽകിയിരുന്നത്. നെക്സ്റ്റ് എന്താ നോക്കൂ. സം ഓഫ് ദി പ്രൊട്ടക്ടേഴ്സ് ടേൺഡ് വയലന്റ്. മെനി പീപ്പിൾ ടുക്ക് അപ്പ് ആംസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. മെനി ഓഫ് ദം ലോസ്റ്റ് ദെയർ ലൈഫ്സ്. ചില സമരങ്ങൾ വയലൻ്റ് ആയിട്ട് മാറിയില്ലേ, കലാപങ്ങളായിട്ട് മാറി. അങ്ങനെ ഒരുപാട് മെനി പീപ്പിൾസ് ടുക്ക് ആംസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയില്ലേ. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. The leaders who led the protests were imprisoned several times. Thousands of people were arrested along with them. Strict laws were imposed on Indians. എന്താ പറയുന്നത്? ഒരുപാട് സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ലീഡേഴ്സിനെ പിടിച്ചിട്ട് ജയിലിൽ അടച്ചു. അവർക്കൊപ്പം ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ അവരെയും അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇന്ത്യക്കാരുടെ മേലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ അല്ലേ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. ഫൈനലി ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് പ്രൊട്ടക്ട്സ് ആൻഡ് ഡിസ്കഷൻസ് ദ ബ്രിട്ടീഷ് വെർ ഫോഴ്സ്ഡ് ടു ഹാൻഡ് ഓവർ ദ റൂൾ ഓഫ് ഇന്ത്യ ടു ദ ഇന്ത്യൻസ്. അവസാനം കണ്ടിന്യൂസ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമരങ്ങളിലൂടെ അതുപോലെ ചർച്ചകളിലൂടെയും അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് തന്നെ നൽകാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായില്ലേ, ഫോഴ്സ്ഡ് ആയില്ലേ, നിർബന്ധമായി. അവർക്ക് നമുക്ക് കിട്ടിയേ മതിയാവൂ എന്നുള്ളതാണല്ലേ നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ഈ സമരങ്ങളുടെയൊക്കെ ഫലമായിട്ട് അവരത് നമുക്ക് തന്നു. ഓക്കെ. On August 15, 1947, India was declared independent from the British rule. Jawaharlal Nehru was sworn in as the first Prime Minister of independent India. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയില്ലേ. അങ്ങനെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അധികാരമേൽക്കുകയാണ് ഉണ്ടായത്. While the world is asleep at midnight, India is awaking to freedom and life. Nehru said this with enthusiasm. ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറക്കത്തിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് എന്ന് ആരാണ്? ജവഹർലാൽ നെഹ്റു ആവേശത്തോടെ പ്രസംഗിച്ചു അല്ലേ. ഓക്കെ. Did you read the facts related to India's independence? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുമായിട്ടുള്ള വസ്തുതകൾ വായിച്ചല്ലോ അല്ലേ.
ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കിയില്ലേ, എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. യൂസ് ദ സ്കൂൾ ലൈബ്രറി ടു കളക്ട് മോർ ഇൻഫർമേഷൻ. ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറി ഉപയോഗപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റെസ്പോണ്ട് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ബൈ മാർക്കിംഗ് ദ അപ്രോപ്രിയേറ്റ് സിമ്പിൾ ഇൻ ദ ബോക്സ് ടിക്ക് ഓർ ക്രോസ്. ഓക്കെ, അപ്പോൾ എന്താണ്, താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിന് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിമ്പിൾസ് നൽകാനാണ് പറയുന്നത്. ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്രോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫ്രീഡം വി എൻജോയ്ഡ് ടുഡേ വാസ് അച്ചീവ്ഡ് ബൈ ദ സാക്രിഫൈസ് ഓഫ് മെനി ലീവ്സ്. എന്താണ് പറയുന്നത്? ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. ശരിയാണല്ലേ? അപ്പോൾ ടിക്കറ്റ് കൊടുക്കാം. ഇനി നെക്സ്റ്റ്, വി മസ്റ്റ് ഹോണറബിളി റിമെമ്പർ ദ ഫ്രീഡം ഫൈറ്റേഴ്സ് ഹു ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഫോർ us. എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമര നേതാക്കളെ, ഫ്രീഡം ഫൈറ്റേഴ്സ്, അവരെ നമ്മൾ എന്താണ് ഹോണറബിളി ആദരവോടെ ഓർക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്? നിങ്ങൾ പറയൂ, അങ്ങനെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുക്കാം. ദ ഫ്രീഡം ദാറ്റ് വി ഹാവ് ഗെയിൻഡ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് ഷെയർഡ്. എന്താണ്? നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. പിന്നെന്താണ്? അത് പങ്കുവയ്ക്കുകയും ഷെയർ ചെയ്യുകയും വേണം. ശരിയാണല്ലേ? ആസ് ഇന്ത്യൻസ് വി മസ്റ്റ് ബി പ്രൗഡ് ആൻഡ് പാട്രിയോട്ടിക്. എന്താണ്? ഇന്ത്യക്കാർ എന്ന നിലയിൽ നമ്മൾ എന്താണ് അഭിമാനം കൊള്ളുകയും അതുപോലെ നമ്മുടെ രാജ്യത്തോട് സ്നേഹം പുലർത്തുകയും വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ശരിയാണല്ലേ? വി മസ്റ്റ് സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഗ്രാൻഡ്ലി എവ്രി ഇയർ. എല്ലാ വർഷവും നമ്മൾ എന്താണ് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അത് അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ? ഉണ്ടല്ലേ? അങ്ങനെ നമ്മൾ ഗ്രാൻഡ്ലി സെലിബ്രേറ്റ് ചെയ്യണം അല്ലേ? നമുക്ക് ഫ്രീഡം കിട്ടിയ ഡേ. അപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് വർക്ക് ഉണ്ടല്ലോ. എന്താണ്? കളക്ട് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആൻഡ് പിക്ചർ റിലേറ്റഡ് ടു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഫ്രം ദ ഇൻ്റർനെറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം. എന്താണ്? സ്വാതന്ത്ര്യം ലഭിച്ചതുമായിട്ടുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസും അതുപോലെ പിക്ചേഴ്സും എന്താണ് ഇൻ്റർനെറ്റിൽ നിന്നും കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചറുടെ കൂടെ സഹായത്തോടു കൂടി കളക്ട് ചെയ്തിട്ട് എന്താണ് ഒരു ഡിജിറ്റൽ ആൽബം പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭരണഘടന അല്ലേ? നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. യു മസ്റ്റ് ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് സം പാർട്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഇൻക്ലൂഡഡ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്. റീഡ് ദം. എവിടെയാണ് കണ്ടിട്ടുള്ളത്? നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തുമായിട്ട് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഹെഡ്ലൈനിങ്ങോടുകൂടി ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അവിടെയാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, എന്നിട്ടത് വായിച്ച് നോക്കുക. ഡു യു നോ ഹൂ പ്ലേഡ് ദ മേജർ റോൾ ഇൻ ഫ്രെയിമിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഭരണഘടന തയ്യാറാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത്, മേജർ റോൾ വഹിച്ചത് ആരാണെന്ന് അറിയാമോ? അപ്പോൾ അത് ആരാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ, ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി അല്ലേ? ഓക്കെ, ആദ്യ നിയമമന്ത്രിയായിരുന്നു. ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് ആര്? BR അംബേദ്കർ. BR എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഭീംറാവു റാംജി ആണ് അല്ലേ? അപ്പോൾ ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ നിയമമന്ത്രി. എ ന്യൂ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് ഡ്രാഫ്റ്റഡ്. ദിസ് ഡോക്യുമെന്റ് ഈസ് നോൺ ആസ് the Constitution of India. The Constitution of India came to effect on 26th January 1915. എന്താ പറയുന്നത്? ഈ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഇന്ത്യക്കായിട്ട് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന എന്നാണ്
അതറിയപ്പെടുന്നത്. അതെന്നാണ് നിലവിൽ വന്നിട്ടുള്ളത്? 1950 1950 ജനുവരി 26 അത് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ. The Constitution included laws related to the rights and duties of citizens, governments, elections, etc. എന്താണ് നമ്മളെ ഇന്ത്യൻ സിറ്റിസൺസിലെ പൗരരുടെ അവകാശങ്ങൾ, ചുമതലകൾ, അതുപോലെ എന്താണ് ഗവൺമെൻറ്റ്സ്, സർക്കാരുകൾ, ഇലക്ഷൻ, തിരഞ്ഞെടുപ്പുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ലോസ്, നിയമങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടനയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? പൗരരുടെ അവകാശങ്ങൾ, ചുമതലകൾ, സർക്കാരുകൾ, തിരഞ്ഞെടുപ്പ് എന്നിവയുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫൈൻഡ് ആൻസർ ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ക്ലാസ് ലൈബ്രറി. എന്താ പറയുന്നത്? താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത് നോക്കാം. നെയിം ഓഫ് ദ ഡേ ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ടു ബീയിങ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? എന്നാണ് ഭരണഘടന നിലവിൽ വന്നത്? 1950 ജനുവരി 26 ഓക്കെ. അന്ന് നമ്മൾ എന്ത് പേരിലാണ് നമ്മൾ ആ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്? റിപ്പബ്ലിക് ഡേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് നോൺ ആസ് ദി ആർക്കിടെക്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഇന്ത്യൻ ഭരണഘടന അല്ലേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശില്പി, അത് ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ടുഡേയ്സ് ഇന്ത്യ. ചിൽഡ്രൻ ഷെയർഡ് ദ ഇൻഫർമേഷൻ ദേ ഹാഡ് കളക്റ്റഡ് ഫ്രം ദ ലൈബ്രറി വിത്ത് ദെയർ ഫ്രണ്ട്സ്. മേഘ ടീച്ചർ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഡിസ്കഷൻ. എന്താണ്? കുട്ടികൾ ലൈബ്രറിയിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. അതിലെന്താണ്? മേഘ ടീച്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ. ആ ഡിസ്കഷനിൽ മേഘ ടീച്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്തു. ടീച്ചർ വാസ് ഇൻ ഇന്ത്യ ഫോംഡ് ബൈ യുണൈറ്റിംഗ് സെവറൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഇറ്റ് വാസ് ജോഹാൻ ഹൂ റൈസ്ഡ് ദ ഡൗട്ട് ദിസ് ടൈം. എന്താണ്? ജോഹാൻ ഒരു സംശയം ചോദിച്ചു. എന്താണ്? ടീച്ചറെ, ഒരുപാട് നാട്ടുരാജ്യങ്ങൾ അല്ലേ, സെവറൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടല്ലേ എന്താണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള ഒരു കൺട്രി ഉണ്ടാക്കിയത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അവന് ഡൗട്ടാണ് അല്ലേ. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? യെസ്, ദ ടീച്ചർ റിപ്ലൈഡ്. These provinces that were merged in this way were later recognized based on languages for administrative convenience. These regions are known as states. എന്താ പറയുന്നത്? അതന്നെ, അങ്ങനെയാണ് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യം രൂപീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ രൂപീകരിച്ചിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ എന്താണ്? അതിൻ്റെ ഭരണ സൗകര്യത്തിനായിട്ട് ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്? വേർതിരിച്ചു. അങ്ങനെ രൂപം കൊണ്ട പ്രദേശങ്ങളെ പറയപ്പെടുന്ന പേരാണ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ. എന്താണ്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഭരണ സൗകര്യത്തിനായിട്ട് എന്താണ്? പ്രദേശങ്ങളെ വേർതിരിച്ചു അല്ലേ. അങ്ങനെ പ്രദേശങ്ങളെ വേർതിരിച്ച പ്രദേശങ്ങളെ പറയുന്ന പേരാണെന്ത്? സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ. ഓക്കെ. ഇനി നമ്മൾ കൂടുതൽ സംസ്ഥാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് എന്താണ്? സ്റ്റേറ്റ്സ്. ദ ടീച്ചർ ഇൻട്രൊഡ്യൂസ്ഡ് ദ മാപ്പ് ഓഫ് ഇന്ത്യ ടു ദ ചിൽഡ്രൻ. എന്താണ്? ടീച്ചർ എന്താണ്? കുട്ടികൾക്ക് ഇന്ത്യയുടെ മാപ്പ് പരിചയപ്പെടുത്തി കൊടുത്തു. കറൻ്റ്ലി ഇന്ത്യ ഹാസ് 28 സ്റ്റേറ്റ്സ്. ദ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ക്യാപിറ്റൽ. എന്താണ്? ഇന്ത്യയിൽ എന്താണ്? 28 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ദ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ക്യാപിറ്റൽ. എന്താണ്? ഓരോ സ്റ്റേറ്റിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ? ഭരണ കേന്ദ്രത്തിനെയാണ് എന്താണ് അതിൻ്റെ ക്യാപിറ്റൽ, തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ക്യാപിറ്റൽ അഥവാ തലസ്ഥാനം എന്ന് പറയുന്നത്. ഒബ്സർവ് ദ മാപ്പ് ഷോയിങ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദെയർ ക്യാപിറ്റൽസ്. താഴെ എന്താണ്?
ഇന്ത്യയുടെ മാപ്പ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും അതിൻ്റെ തലസ്ഥാനങ്ങളും മനസ്സിലാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എന്താണ്, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞത്. എത്ര സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. 28 സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യയിലുള്ളത് അല്ലേ. അത് ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഏതാ? കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ, തെലങ്കാന, മഹാരാഷ്ട്ര. ഇനി നമുക്ക് ഏതൊക്കെ എഴുതാം? മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ, പശ്ചിമ ബംഗാൾ, സിക്കിം. ഇനി അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മേഘാലയ, ത്രിപുര, മണിപ്പൂർ, മിസോറാം. ഇത്രയാണ് നമ്മുടെ 28 സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, prepare a list of the states of India, their capitals and write it in my environmental science diary. എന്താ പറയുന്നത്? സംസ്ഥാനങ്ങൾ നമ്മളിപ്പോൾ 28 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പഠിച്ചില്ലേ. ഇനി അതിൻ്റെ ക്യാപിറ്റൽസ് അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ അല്ലേ, അതിൻ്റെ എന്താണ്, അത് എഴുതി കൊടുക്കാനാണ് പറയുന്നത് അല്ലേ. ഓരോ സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാനങ്ങൾ, ക്യാപിറ്റൽസ് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, കേരളത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? തിരുവനന്തപുരം. തമിഴ്നാട് ചെന്നൈ, കർണാടക ബാംഗ്ലൂർ, തെലങ്കാന ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ് അമരാവതി, ഗോവ പനാജി, മഹാരാഷ്ട്ര മുംബൈ, മധ്യപ്രദേശ് ഭോപ്പാൽ, ഗുജറാത്ത് ഗാന്ധിനഗർ, രാജസ്ഥാൻ ജയ്പൂർ, ഹരിയാന ചണ്ഡീഗഡ്, പഞ്ചാബ് ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംല, ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. ഇനി ഉത്തർപ്രദേശ് ലക്നൗ, ബീഹാർ പാറ്റ്ന, ഝാർഖണ്ഡ് റാഞ്ചി, ഛത്തീസ്ഗഡ് റായ്പൂർ, ഒഡീഷ ഭുവനേശ്വർ, പശ്ചിമ ബംഗാൾ കൊൽക്കത്ത, സിക്കിം ഗാംഗ്ടോക്ക്, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, ആസാം ദിസ്പൂർ, നാഗാലാൻഡ് കൊഹിമ, മേഘാലയ ഷില്ലോങ്, ത്രിപുര അഗർത്തല, മണിപ്പൂർ ഇംഫാൽ, മിസോറാം ഐസോൾ. ഇതാണ് നമ്മുടെ 28 സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റൽസും. ഓക്കെ, അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക, പഠിച്ചിരിക്കുക. ഓക്കെ, യൂണിയൻ ടെറിട്ടറീസ് എന്താണ്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ അല്ലേ. എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സം റീജിയൻസ് ഇൻ ഇന്ത്യ ഡു നോട്ട് ഹാവ് ദ സ്റ്റാറ്റസ് ഓഫ് സ്റ്റേറ്റ്. എന്താ പറയുന്നത്? ഇന്ത്യയിൽ സംസ്ഥാന പദവി ഇല്ലാത്ത ചില പ്രദേശങ്ങളുണ്ട് അല്ലേ. നമ്മൾ 28 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കൂടാതെ എന്താണ്, വേറെ പ്രദേശങ്ങളും ഉണ്ട്. ദീസ് റീജിയൻസ് ആർ ഡയറക്ട്ലി ഗവേൺഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. എന്താണ്? ഇത്തരം പ്രദേശങ്ങൾ എന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഉണ്ടാവുക. ഹാവ് യു ഹിയർഡ് ഓഫ് സച്ച് റീജിയൻസ്? ആസ്ക്ഡ് മേഘ ടീച്ചർ ടു ദ ചിൽഡ്രൻ. എന്താണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളുടെ പേര് കേട്ടിട്ടുണ്ടോ എന്ന് മേഘ ടീച്ചർ ചോദിച്ചു. ഓക്കെ, ജമ്പിങ് അപ്പ് മിക സെഡ്, ഐ ഹാവ് ഹിയർഡ് അബൌട്ട് ദം, ആർ ഇൻ ദേ കോൾഡ് യൂണിയൻ ടെറിട്ടറീസ്. എന്താണ്, ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്തരം പ്രദേശങ്ങളെയാണ് നമ്മൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ എന്താണ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് എന്ന് മിക ചാടി എഴുന്നേറ്റ് പറയുകയാണ് ഉണ്ടായത്. യെസ്, ദാറ്റ്സ് ഇറ്റ്. അത് തന്നെ. എന്താണ്, നൗ ദർ ആർ 8 യൂണിയൻ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ, ദ ടീച്ചേഴ്സ് ആഡഡ്. എന്താണ്? അതെ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 8 യൂണിയൻ ടെറിട്ടറീസ് ആണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് ടീച്ചർ പറഞ്ഞു. ഒബ്സർവ് ദ മാപ്പ് ഓഫ് ഇന്ത്യ, ലൊക്കേറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദി യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. എന്താണ്, ഇന്ത്യയിലെ 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അവ ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ ഇന്ത്യൻ മാപ്പിൽ, നമ്മുടെ മാപ്പ് തന്നിട്ടുണ്ടല്ലേ, അതിൽ നോക്കി കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ, നിങ്ങൾക്കറിയോ നമ്മുടെ ഇന്ത്യയിലുള്ള യൂണിയൻ ടെറിട്ടറീസിലെ 8 യൂണിയൻ ടെറിട്ടറീസ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ആ പേരുകളൊക്കെ കേട്ട് പരിചയം നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ അത് യൂണിയൻ ടെറിട്ടറീസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്.
മിസ് ഇപ്പം അതിൻ്റെ പേരുകൾ പറയും. അപ്പോൾ നിങ്ങൾ കേട്ട പരിചയമുള്ള പേരുകൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ബാദ്ര നാഗർ ഹവേലി, ദാമാൻ ദിയു, ലക്ഷദ്വീപ്, ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക്, പുതുച്ചേരി. അപ്പോൾ നിങ്ങളിതിൽ കേട്ട പേരുകളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ഫോളോയിങ്. എന്താണ്? ഇന്ത്യയുടെ മാപ്പ് നിരീക്ഷിച്ചിട്ട് താഴെ നൽകിയിരിക്കുന്നവയ്ക്ക് ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത്. എന്തായിരുന്നു? ഇന്ത്യാസ് നെയ്ബറിംഗ് കൺട്രീസ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ചൈന, മാലിദ്വീപ്, മ്യാൻമർ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഓക്കെ, ഇനി രണ്ടാമത്തത് സ്റ്റേറ്റ്സ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദി അറേബ്യൻ സീ. എന്താ പറയുന്നത്? അറബിക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നിരീക്ഷിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ആൻസർ. ഏതൊക്കെയായിരുന്നു? കേരളം, തമിഴ്നാട്, ഗോവ, കർണാടക, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ദി ബൈ ഓഫ് ബംഗാൾ. എന്താണ്? ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ സ്മാളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? ആൻസർ പറയൂ. ഗോവയാണ് അല്ലേ? ഇൻ ലാസ്റ്റ് വൺ, ദ സ്റ്റേറ്റ് വിച്ച് ഷെയർഡ് ബോർഡർ വിത്ത് ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്. എന്താണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ് അല്ലേ? ഈ സംസ്ഥാനം എന്താണ്? കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അല്ലേ? ഉത്തർപ്രദേശ് എന്താണ്? കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കൂ. കംപ്ലീറ്റ് ദ വേർഡ് പസിൽസ് യൂസിങ് ദ ഹിൻഡ് ഗിവൺ ബിലോ. എന്താണ്? വേർഡ് പസിൽ തന്നിട്ടുണ്ടല്ലേ? താഴെ തന്നിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് എന്താണ് അത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എക്രോസ് ആണ് ഫസ്റ്റ് വൺ. എന്താണ്? ദ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. എന്താണ്? വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ്. അതെന്താണ്? ഇന്ത്യയുടെ മധ്യഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഏതായിരുന്നു ആ സ്റ്റേറ്റ്? മധ്യപ്രദേശാണ്. ഇനി സെക്കൻഡ് വൺ, ദ സ്റ്റേറ്റ് ദാറ്റ് ഹാസ് ദ ബോർഡർ വിത്ത് നേപ്പാൾ, പാറ്റ്ന ഈസ് ദ ക്യാപിറ്റൽ. എന്താണ്? നമ്മളെന്താണ് ഈ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതുപോലെ എന്താണ് ഒരു സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാറ്റ്നയാണ്. നമ്മൾ നേരത്തെ ക്യാപിറ്റൽ പഠിച്ചു അല്ലേ? പാറ്റ്ന ക്യാപിറ്റൽ വരുന്ന സ്റ്റേറ്റ് ഏതാണ്? ബീഹാർ ആണ് അല്ലേ? ഓക്കെ, ഇനി തേർഡ്, ഹൈദരാബാദ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് സ്റ്റേറ്റ്. എന്താണ്? ഹൈദരാബാദ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. ഇനി ഡൗൺ താഴേക്ക് അല്ലേ? ഷെയർ ബോർഡർ വിത്ത് ദ നൈബറിംഗ് കൺട്രി മ്യാൻമർ ലൊക്കേറ്റഡ് അഡ്ജസൻറ്റ് ടു ത്രിപുര. എന്താണ്? നമ്മുടെ മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്നു. എന്താണ്? ത്രിപുരയുടെ അടുത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ത്രിപുര എന്ന സംസ്ഥാനത്തോട് ചേർന്നാണ് ഉള്ളത്. ഏതാണ്? മിസോറാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഫോർത്ത്, കേരളാസ് നെയ്ബറിംഗ് സ്റ്റേറ്റ് ബംഗളൂരു ഈസ് ഇറ്റ്സ് ക്യാപിറ്റൽ. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്. പിന്നെന്താണ്? ബംഗളൂരു ആണ് തലസ്ഥാനം. ഏതാണ്? മാപ്പ് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഏതാണ്? കർണാടകയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഷെയർ ബോർഡേഴ്സ് വിത്ത് രാജസ്ഥാൻ, പഞ്ചാബ് ആൻഡ് ഉത്തർപ്രദേശ് ലൊക്കേറ്റഡ് നിയർ ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. എന്താണ് പറയുന്നത്? നെക്സ്റ്റ് എന്തായിരുന്നു? ഇന്ത്യയുമായിട്ട് എന്താണ്? രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്നാണ് നിൽക്കുന്നത്. ഏതായിരുന്നു? ഹരിയാന. ഓക്കെ, നെക്സ്റ്റ്, കൊഹിമ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദിസ് സ്റ്റേറ്റ്. ഏതാണ് കൊഹിമ ക്യാപിറ്റൽ ആയിട്ടുള്ള സ്റ്റേറ്റ്? ഏതാണ്? നാഗാലാൻഡ് ആണ് അല്ലേ? ഇനി സെവൻത്ത് എന്താണ്? ലൊക്കേറ്റഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് അറേബ്യൻ സീ, ഷെയർ എ ബോർഡർ വിത്ത് ഗുജറാത്ത്. ആരാണ്? മഹാരാഷ്ട്ര. ഓക്കെ, ഇനി എയ്ത്ത് എന്താണ്? ബോർഡേഴ്സ് വിത്ത് ബംഗ്ലാദേശ്, നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് ആസാം. ആസാമിൻ്റെ
അയൽ സംസ്ഥാനമാണ്. പിന്നെന്താണ്, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നു. ആരാണ്? ഏത് സ്റ്റേറ്റാണ്? മേഘാലയ. ഓക്കെ. ഇനി 9th എന്താണ്? ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഓക്കെ. ഇനി മുകളിലേക്കാണ്. 10th ആണ്. നൈബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള. ചെന്നൈ ഈസ് ഇറ്റ്സ് ക്യാപിറ്റൽ. എല്ലാവർക്കും അറിയാം അല്ലേ? ചെന്നൈ ഇതിൻ്റെ ക്യാപിറ്റലായിരുന്നു. തമിഴ്നാട്. ഓക്കെ. ഫൈൻഡ് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓർഗനൈസ് എ ക്യൂസ് ഇൻ ദ ക്ലാസ്. എന്താണ്? കൂടുതൽ ചോദ്യങ്ങൾ ഇതുപോലുള്ളത് കണ്ടെത്തിയിട്ട് ക്ലാസ്സിൽ ഒരു ക്യൂസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ. ഡ്രോ ദ മാപ്പ് ഓഫ് ഇന്ത്യ യൂസിങ് എ ട്രാക്കിംഗ് പേപ്പർ ആൻഡ് മാർക്ക് ദ സ്റ്റേറ്റ്സ്. പേസ്റ്റ് ഇറ്റ് ഓൺ എ തിക്ക് പേപ്പർ. കട്ട് ദ സ്റ്റേറ്റ്സ് ഔട്ട് ആൻഡ് പ്ലേ ജിക്സോ യൂസിങ് ദം. എന്താ പറയുന്നത്? ഒരു കടലാസ് ഉപയോഗിച്ചിട്ട് ഇന്ത്യയുടെ ഭൂപടം വരച്ച് സംസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്യാം? ലേബൽ ചെയ്യാം. എന്നിട്ട് അതൊരു കട്ടിയുള്ള കടലാസിൽ ഒട്ടിക്കുക. ലേബൽ ചെയ്ത ഇന്ത്യയുടെ മാപ്പ് ഒരു കട്ടിയുള്ള കടലാസിൽ ഒട്ടിക്കുക. അതിൽ എന്താണ്? സ്റ്റേറ്റ്സ് ഒക്കെ എന്താണ്? അടയാളപ്പെടുത്തിയിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു കട്ടിയുള്ള കടലാസിൽ ഒരു തിക്ക് പേപ്പറിൽ ഒട്ടിച്ചതിന് ശേഷം അതെന്ത് ചെയ്യുക? കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എന്താണ്? ജിക്സോ കളിക്കുക. അത് പിന്നെയും ഇതുപോലെ കറക്റ്റ് പ്ലേസിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഓരോ സ്റ്റേറ്റ്സും എവിടെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇനി നമ്മൾ എന്താണ്? ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യയെക്കുറിച്ചാണല്ലേ പഠിക്കാൻ പോകുന്നത്. എന്താണ്? വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഡു പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇന്ത്യ സ്പീക്ക് ദ സെയിം ലാംഗ്വേജ്. ഇന്ത്യയിലെ ഒരുപാട് പ്രദേശങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ? അവിടെയുള്ളവരൊക്കെ ഒരേ ഭാഷ, ഒരേ ലാംഗ്വേജ് ആണോ സംസാരിക്കുന്നത്? അല്ല അല്ലേ? നോ. ഡു ഓൾ ഇന്ത്യൻസ് ഡ്രസ് ഇൻ ദ സെയിം വേ. എല്ലാ ഇന്ത്യക്കാരും ഒരേ രീതിയിലാണോ വസ്ത്രം ധരിക്കുന്നത്? അല്ല അല്ലയോ? നമ്മൾ പലതരത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? പഞ്ചാബികൾ ഡ്രസ്സ് ധരിക്കുന്ന പോലെയാണോ നമ്മൾ കേരളത്തിലുള്ളവർ ഡ്രസ്സ് ധരിക്കുന്നത്? അല്ലല്ലോ. അതൊക്കെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആർ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻ ദ സെയിം ആൾ ഓവർ ഇന്ത്യ? ഷെയർ യുവർ ഒപ്പീനിയൻ. എന്താണ്? ഉത്സവങ്ങളിലെ ഫെസ്റ്റിവൽസും അതുപോലെ എന്താണ് സെലിബ്രേഷൻസൊക്കെ ഇന്ത്യയിലെ എല്ലായിടത്തും ഒരുപോലെയാണോ നമ്മൾ ആഘോഷിക്കുന്നത്? അല്ലല്ലേ? പലതരത്തിലുള്ള സെലിബ്രേഷൻസും ഫെസ്റ്റിവൽസൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലേ? അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതേക്കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് എന്താണ്? വൺ നേഷൻ മെനി ലാംഗ്വേജസ്. മലയാളം ഈസ് ദ മദർ ടങ് ഓഫ് കേരള. അല്ലേ? മലയാളം എന്താണ്? കേരളത്തിൻ്റെ മദർ ടങ്, മാതൃഭാഷ എന്താണ്? മലയാളമാണ് അല്ലേ? വാട്ട് ഈസ് ദ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ അവർ നൈബറിംഗ് സ്റ്റേറ്റ് തമിഴ്നാടു. അതുപോലെ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയോ? തമിഴാണ് അല്ലേ? വാട്ട് എബൌട്ട് കർണാടക. കർണാടകയിലെ ഭാഷ ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. 4 കുട്ടികൾ നിൽക്കുന്നുണ്ടല്ലേ? അവരെന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. ഇന്ത്യ എൻ്റെ രാജ്യം അല്ലേ? ആ കുട്ടി എന്താ പറയുന്നത്? ഇന്ത്യ എൻ്റെ രാജ്യം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. മലയാളത്തിലാണല്ലേ പറയുന്നത്. അടുത്ത കുട്ടി എന്താ പറയുന്നത്? ഇന്ത്യ എന്നത് നാട്. എന്താണ്? ഇന്ത്യ എന്നത് നാട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നുള്ളത് ഏത് ഭാഷയിലാണ് അത് പറഞ്ഞത്? തമിഴാണല്ലേ? തമിഴ്നാടിൻ്റെ ഭാഷയാണല്ലേ? നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിൻ്റെ ഭാഷയാണ് തമിഴ്. ഓക്കെ. ഇനി അടുത്തെന്താണ് പറയുന്നത്? ഭാരതാവു തനദേശ്. എന്താ പറയുന്നത്? ഭാരതാവു തനദേശ്. ഭാരതം എൻ്റെ ദേശമാണെന്നാണല്ലേ പറയുന്നത്. അത് ഏത് ഭാഷയിലാണ് പറയുന്നത്? കന്നഡയിലാണല്ലേ? കന്നഡ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഷയാണ്? കർണാടകയുടെ ഭാഷയാണ് കന്നഡ. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ഇന്ത്യ എന്ന ദേശമു. എന്താ പറയുന്നത്? ഇന്ത്യ എൻ്റെ ദേശമാണ് എന്നുള്ളത് ഏത് ഭാഷയിലാണത് പറയുന്നത്? തെലുങ്ക് ഭാഷ സംസാരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? തെലുങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നത്. ഓക്കെ. വാട്ട് ആർ ദ അതർ ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ ഇന്ത്യ? ഫൈൻഡ് ദം ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. എന്താ പറയുന്നത്? താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്സും അവിടെ സംസാരിക്കുന്ന ഭാഷ, ലാംഗ്വേജും ഫില്ല് ചെയ്തിട്ട് ടേബിൾ ഫില്ല് ചെയ്യാനാണല്ലേ പറയുന്നത്. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? ആന്ധ്രാപ്രദേശ്. അവിടെ ഏത് ലാംഗ്വേജ് ആണ്? തെലുങ്കു. ഇനി തെലുങ്കാനയിൽ ഏതാണ്? തെലുങ്കു ആണ് അല്ലേ? ഇനി ഓക്കെ.
നെക്സ്റ്റ് എന്താ തന്നിട്ടുള്ളത്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ഏതാണ്? മറാഠി ഭാഷയാണ് സംസാരിക്കുന്നത്. ഇനി ഒഡീഷയിൽ ഒഡിയ എന്ന ഭാഷ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ആസാം കൊടുക്കാം. ആസാമിൽ ആസാമീസ് ലാംഗ്വേജ് ആണ് അല്ലേ സംസാരിക്കുന്നത്. ഓക്കെ. ഹാവ് യു നോട്ടീസ്ഡ് ഇൻ ഹൗ മെനി ലാംഗ്വേജസ് ദ വാല്യൂ ഓഫ് ആൻ ഇന്ത്യൻ കറൻസി ഈസ് ഡിനോട്ടഡ്? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദോസ് ലാംഗ്വേജസ് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. എന്താ പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ കറൻസി അല്ലേ, എന്താണ് ഇന്ത്യൻ കറൻസി പറഞ്ഞാൽ നമ്മുടെ പൈസ അല്ലേ. നമ്മുടെ പൈസയിൽ ഓരോ രൂപ നോട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, അതിൽ ഒരുപാട് ലാംഗ്വേജസ് അല്ലേ, ഭാഷകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഭാഷകളാണെന്ന് കണ്ടെത്തി എഴുതി അന്വേഷിച്ച് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെ ഭാഷയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഇന്ത്യൻ കറൻസിയിൽ ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾക്ക് പുറമേ ആയിട്ട് എന്താണ് വേറെ 15 പ്രാദേശിക ഭാഷകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ഹിന്ദി, ഇംഗ്ലീഷും ഉണ്ടല്ലേ. പിന്നെ ഏതൊക്കെയാണ്? അസമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കൊങ്കിണി, മലയാളം, കാശ്മീരി, മറാത്തി, ഒഡിയ, പഞ്ചാബി, നേപ്പാളി, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളാണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. വൺ നേഷൻ മെനി കോസ്റ്റ്യൂംസ്. ഒരു ദേശം പല വേഷം. ഒബ്സർവ് ദ പിക്ചർ. താഴെ തന്നിട്ടുള്ള പിക്ചർ ഒന്ന് നോക്കൂ. എന്താണ്? ഓരോ ആളുകളും ഓരോ രീതിയിലാണല്ലേ ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത്. ഡിഡ് യു നോട്ടീസ് ദ ഡിഫറൻസ് ഇൻ ദ വേ ഓഫ് ഡ്രസ്സിങ് ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ? എന്താണ്? ഇന്ത്യയിലെ ആളുകൾ വസ്ത്രധാരണത്തിൽ എന്താണ് എത്രമാത്രം ഡിഫറൻ്റ് ആണെന്നുള്ളത് നമുക്ക് നിന്ന് മനസ്സിലാവൂലേ. ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണല്ലേ വസ്ത്രം ധരിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ നമ്മളെ മലയാളികൾ ധരിക്കുന്ന വസ്ത്രധാരണം പോലെയാണോ ഒരു പഞ്ചാബിലുള്ള ആളുകൾ വസ്ത്രം ധരിക്കുന്നത്? അതുപോലെയാണോ ഒരു തമിഴ്നാട്ടിലുള്ള ആൾ വസ്ത്രം ധരിക്കുന്നത്? മാറ്റമുണ്ട് അല്ലേ. ഇതാണ് ഇത് എന്തുകൊണ്ടാണ് ഈ വസ്ത്രധാരണം ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഓരോ കൾച്ചർ, അതുപോലെ ഓരോ സ്റ്റേറ്റിലും ഓരോ കാലാവസ്ഥയാണ് അല്ലേ. അതിന് അനുയോജ്യമായിട്ട് അവർക്ക് അതിന് ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വസ്ത്രധാരണമൊക്കെ ഉണ്ട് അല്ലേ. രൂപത്തിലൊക്കെയാണ് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവുക. ഇനി ഓർഗനൈസ് എ ഡിജിറ്റൽ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഡ്രസ്സിങ് ഇൻ ദ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇന്ത്യ. എന്താണ്? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ വസ്ത്രധാരണം ഓരോ രീതിയിലും ഓരോ സ്റ്റേറ്റിലും ഓരോ വസ്ത്രധാരണമാണ് നമ്മൾ മനസ്സിലാക്കിയില്ലേ. അതിൻ്റെ ഒരു ഡിജിറ്റൽ പ്രദർശനം ക്ലാസ്സിൽ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ. നൗ ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് സം ഫെസ്റ്റിവൽസ് ഇൻ അവർ കൺട്രി. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. അത് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. വിച്ച് ഫെസ്റ്റിവൽസ് ഷോൺ ഇൻ ദ പിക്ചർ ആർ യു ഫെമിലിയർ വിത്ത്? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഫെസ്റ്റിവലാണ് നിങ്ങൾക്ക് പരിചിതമുള്ളത്? ഫസ്റ്റ് വൺ ദീപാവലിയാണല്ലേ. നെക്സ്റ്റ് ഈദ് ഉൽ ഫിത്തർ ആണല്ലേ. തേർഡ് ഓണാണ്. ഫോർത്ത് ക്രിസ്മസ് ആണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഫെമിലിയർ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണല്ലേ, നമുക്ക് അറിയാം അല്ലേ ഈ ഫെസ്റ്റിവൽസൊക്കെ. വാട്ട് ആർ ദ മേജർ ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ? അതുപോലെ ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ദീപാവലി, പിന്നെ ഈദ് ഉൽ ഫിത്തർ, ക്രിസ്മസ്. ഇനി വേറെ എന്തൊക്കെ നമുക്കറിയാം? നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് ഏതൊക്കെയാണ്? പൊങ്കൽ കേട്ടിട്ടില്ലേ നിങ്ങൾ? പൊങ്കൽ, ഈസ്റ്റർ, നവരാത്രി, ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ മേജറായിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ്. ഓക്കെ. പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് മോർ പിക്ചേഴ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫെസ്റ്റിവൽസിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ആൽബം പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ്. കലകൾ പലവിധം. ഓക്കെ. ആർ ആൾ ആർട്ട് ഫോംസ് ദ സെയിം അക്രോസ് ഇന്ത്യ? ഇല്ല, ഇന്ത്യയുടെ എല്ലായിടങ്ങളിലും ഒരേ രൂപത്തിലുള്ള കലാരൂപങ്ങളാണോ ആർട്സ് ആണോ ഉള്ളത് എന്നുള്ളതാണ്. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ടല്ലോ, ഇതൊന്ന് നോക്കൂ. വിച്ച് ഓഫ് ദീസ് ഡാൻസ് ഫോംസ് ആർ യു ഫെമിലിയർ വിത്ത്? ഇതിലെ ഏതൊക്കെ കലാരൂപങ്ങൾ, ഏതൊക്കെ ഡാൻസസ് ആണ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഡാൻസസ് ഇതിലെ ഏതൊക്കെയാണ്? ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? കുച്ചിപ്പുടി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി, ഭരതനാട്യം.
ഇത് നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളത് കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യവും അല്ലേ? നിങ്ങൾ നന്നായിട്ട് കേട്ടിട്ടുള്ള, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എന്താണ് ഡാൻസ് ആണല്ലേ അത്? നിങ്ങൾ സ്കൂളിലെ കോമ്പറ്റീഷൻസിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? വിച്ച് ഓഫ് ദീസ് റിമൈനിങ് ഡാൻസ് ഫോംസ് ആർ പോപ്പുലർ ഇൻ അതർ സ്റ്റേറ്റ്സ്? ഫൈൻഡ് ഔട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. എന്താണ് മറ്റുള്ള ഇതിൽ വേറെ ഏതൊക്കെയാണ്? കഥക്ക്, മണിപ്പൂരി ഒക്കെ ഉണ്ടല്ലേ? ഇവയൊക്കെ ഏത് സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ട് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ തന്നെ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ കേരളത്തിൽ പ്രചാരത്തിൽ അത് നമ്മുടെ ഒറിജിനലി നമ്മുടെ എന്താണ് കേരളത്തിൻ്റെ അല്ലല്ലേ, ഓരോ സംസ്ഥാനങ്ങളുടേതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിലും മോഹിനിയാട്ടം മാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ ഏത് സംസ്ഥാനത്തിൻ്റെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആർട്ട് ഫോം സ്റ്റേറ്റ്. ഓക്കെ, മോഹിനിയാട്ടം കേരള, ഭരതനാട്യം ഏതാണ്? തമിഴ്നാട്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, കഥക്ക് ഉത്തർപ്രദേശ്, മണിപ്പൂരി മണിപ്പൂർ. ഓക്കെ, ഇനിയും കൂടുതൽ എന്താണ് ആർട്ട് ഫോംസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ട് ഫോംസ് എന്താണ്? ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ട് ഫോംസ് ആണ് ഉള്ളത്. ഓക്കെ, you have understood how diverse the Indians are in languages, dress, festivals and art forms. എന്താണ് ലാംഗ്വേജിൽ, അതുപോലെ ഡ്രസ്സിൽ, ഫെസ്റ്റിവൽസിൽ, ആർട്ട് ഫോംസിലൊക്കെ ഇന്ത്യ വൈവിധ്യം പുലർത്തുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് പഠിച്ചു, അതുപോലെ ഡ്രസ്സിലെ ഓരോ സംസ്ഥാനത്തിലുള്ളവരും ഓരോ രീതിയിലാണ് ഡ്രസ്സ് ചെയ്യുന്നതെന്നും പഠിച്ചു. ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട് അല്ലേ എന്നുള്ളത് മനസ്സിലാക്കി. ഇനി ഇപ്പം നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഓരോ സ്റ്റേറ്റ്സിലും എന്താണ് ഓരോ ആർട്ട് ഫോംസും ഉണ്ട് അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് സം ഓഫ് ദി സിംബൽസ് ആൻഡ് യുണൈറ്റ് അസ് ആസ് ഇന്ത്യൻസ് ഡെസ്പൈറ്റ് ദ ഡൈവേഴ്സിറ്റീസ്. എന്താണ് നമ്മുടെ ഇത്തരത്തിൽ ഒരുപാട് ഡിഫറൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ടെങ്കിലും എന്താണ് നമ്മൾ ഇന്ത്യക്കാരെ എന്ന നിലയിൽ നമ്മളെ ഒരുമിപ്പിക്കുന്ന ചില സിംബൽസ് ഉണ്ട്. അതേതൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സിംബൽസ് ഓഫ് യുണൈറ്റി. എന്താണ് ഒരുമയുടെ അടയാളങ്ങൾ? യു ഹാവ് ലേൺഡ് അബൌട്ട് ദ നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ. എന്താണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാകയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വാട്ട് ആർ ദ അതർ നാഷണൽ സിംബൽസ് ഓഫ് അവർ കൺട്രി? അതുപോലെ അതെന്താണ് ഈ നാഷണൽ ഫ്ലാഗ്, നമ്മുടെ ദേശീയ പതാക ഒരു ദേശീയ അടയാളമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഒരു ദേശീയ അടയാളമാണ് എന്ത്? നമ്മുടെ പതാക അല്ലേ? അതുപോലെ മറ്റ് ഏതൊക്കെ അടയാളങ്ങളാണ് നിങ്ങൾക്കറിയാം? ഇവിടെ ഏതൊക്കെ തന്നിട്ടുള്ളത്? നാഷണൽ ആന്തം, ദേശീയ ഗാനം, നാഷണൽ എംബളം എന്താണ്? ദേശീയ മുദ്ര, നാഷണൽ സോങ്, ദേശീയ ഗീതം. ഇതൊക്കെ നമുക്ക് എന്താണ് ഇന്ത്യക്ക് സെയിം ആണല്ലേ? അതുപോലെ മറ്റുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നാഷണൽ കലണ്ടർ ഉണ്ട്, നാഷണൽ റിവർ ഉണ്ട്, നാഷണൽ ട്രീ ഉണ്ട്, നാഷണൽ ഫ്ലവർ, പിന്നെയോ നാഷണൽ ഫ്രൂട്ട്, നാഷണൽ ആനിമൽ, പിന്നെ ഏതൊക്കെയുള്ളത്? നാഷണൽ ബേർഡ് ഉണ്ട്, പിന്നെന്താണ് നാഷണൽ വെജിറ്റബിള്, നാഷണൽ ലാംഗ്വേജ്. ഇതൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ എന്താണ് സിംബൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിംബൽസ് ഓഫ് യൂണൈറ്റി, നമ്മുടെ ഇന്ത്യയുടെ ഒരുമയുടെ അടയാളങ്ങൾ ഏതൊക്കെയുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതല്ലേ? നാഷണൽ ആന്തം, നാഷണൽ എംബ്ലം, നാഷണൽ സോങ്, അങ്ങനെ ഒരുപാട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ നാഷണൽ ട്രീ ഏതാണ്, നാഷണൽ ഫ്ലവർ ഏതാണ്, നാഷണൽ ഫ്രൂട്ട് ഏതാണ് എന്നുള്ളതൊക്കെ അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് കണ്ടു നോക്കാവുന്നതാണ്. നമ്മുടെ ഏതൊക്കെ സിംബൽസിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കൂ? നാഷണൽ ആന്തം, ദേശീയ ഗാനം. വി സിംഗ് ദ നാഷണൽ ആന്തം ഇൻ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ എന്താണ് ദേശീയ ഗാനം ആലപിക്കാറുണ്ട് അല്ലേ? അവർ നാഷണൽ ആന്തം ജനഗണമന വാസ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ് നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചിട്ടുള്ളത്? ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ജനഗണമന ദേശീയ ഗാനം രചിച്ചിട്ടുള്ളത്. ഓക്കെ, ഫൈൻഡ് ദ ആൻസർ ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ക്ലാസ് ലൈബ്രറി. എന്താ പറയുന്നത്? ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത്.
എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ഇൻ വിച്ച് ലാംഗ്വേജ് ഈസ് ദ നാഷണൽ ആന്തം റിട്ടൺ? ഏത് ഭാഷയിലാണ് ദേശീയ ഗാനം എഴുതിയിട്ടുള്ളത്? ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം രചിച്ചിട്ടുള്ളത്. ഹൗ ഷുഡ് വൺ സ്റ്റാൻഡ് വൈൽ സിംഗിങ് ദ നാഷണൽ ആന്തം? എന്താണ്? നാഷണൽ ആന്തം ആലപിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? എങ്ങനെയാണ്? അറ്റൻഷനായിട്ടല്ലേ? കാമായിട്ട് അറ്റൻഷനായിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. എങ്ങനെയാണ്? ദ ഓഡിയൻസ് മസ്റ്റ് സ്റ്റാൻഡ് അറ്റ് അറ്റൻഷൻ വെൻ എവർ ദ നാഷണൽ ആന്തം ഈസ് സൺ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ഫോർ സിംഗിങ് ദ നാഷണൽ ആന്തം? ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സമയമാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. എത്ര സമയമാണ്? 52 സെക്കൻഡ്സ് ആണ് നമ്മൾ നാഷണൽ ആന്തം ആലപിക്കാൻ എടുക്കേണ്ട സമയം. നോക്കൂ, നെക്സ്റ്റ് എന്താണ്? നാഷണൽ എംബ്ലം അല്ലേ? ദേശീയ മുദ്ര. ഒബ്സർവ് ദ ഇമേജ് ഓഫ് അവർ നാഷണൽ എംബ്ലം. എന്താണ് നമ്മുടെ നാഷണൽ എംബ്ലം? ദേശീയ മുദ്രയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്, അതൊന്ന് നിരീക്ഷിക്കാം. കണ്ടില്ലേ? വെർ ഹാവ് യു സീൻ ദിസ് എംബ്ലം? നിങ്ങൾ എവിടേക്കാണ് ഈ മുദ്ര, ഈ എംബ്ലം കണ്ടിട്ടുള്ളത്? എവിടേക്കാണ് കണ്ടിട്ടുള്ളത്? പറയൂ. കറൻസിയിലുണ്ടല്ലേ? നമ്മുടെ പൈസയിൽ എന്താണ് നമ്മുടെ നാഷണൽ എംബ്ലം ഉണ്ട്. പിന്നെ എന്താണ്? നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇതിൻ്റെ പിക്ചറുണ്ട്. പിന്നെ എന്തിലൊക്കെയാണ് ഉള്ളത്? ഗവൺമെൻറ് ബിൽഡിങ്സിൽ. അത് ഏതൊക്കെയാണ്? പാർലമെൻറ്റ്, സുപ്രീം കോർട്ട്, ഇങ്ങനത്തെ ഗവൺമെൻറ് ബിൽഡിങ്സിലൊക്കെ എന്താണ്? നാഷണൽ എംബ്ലത്തിൻ്റെ പിക്ചർ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? യൂണിഫോംസിലെ നമ്മുടെ പോലീസ് ഓഫീസർ, ഇന്ത്യൻ പോലീസ് ഓഫീസേഴ്സിൻ്റെ ആ യൂണിഫോംസിലൊക്കെ എന്താണ്? ഈ ഒരു എംബ്ലത്തിൻ്റെ പിക്ചർ ഉണ്ടാവും. ഓക്കെ. The national emblem of India is adopted from the pillar built by Emperor Ashoka at Sarnath in Uttar Pradesh. അശോക ചക്രവർത്തി നമ്മുടെ ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ, പില്ലർ ബിൽറ്റിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മുദ്രയായിട്ടുള്ള ഈ നാഷണൽ എംബ്ലം അല്ലേ? ഇത് ദ ലയൺസ് ഫേസിംഗ് ആൾ ഫോർ ഡിറക്ഷൻ ആൻഡ് ദ പ്രൊമിനൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് എംബ്ലം. എന്താ പറയുന്നത്? 4 ഡിറക്ഷനിലേക്ക്, 4 ഡിറക്ഷനിലേക്ക് നോക്കി നിൽക്കുന്ന സിംഹങ്ങളെയാണ് ഈ മുദ്രയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ധർമ്മചക്ര. എന്താണ് ധർമ്മചക്ര? വീൽ ഓഫ് ധർമ്മ. സീൻ അറ്റ് ദ ബോട്ടം സെൻറ്റർ ഈസ് ദ അശോക ചക്ര. ഇറ്റ് ഹാസ് 24 സ്പോക്സ്. എന്താ പറയുന്നത്? അതിൻ്റെ ചുവടെ എന്താണ്? മധ്യത്തിലായിട്ടൊരു ധർമ്മചക്രമാണ് കാണുന്നത്. അതാണ് എന്ത്? അശോക ചക്ര അല്ലേ? അതിനെന്താണ്? 24 അരക്കാലുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ റൗണ്ടിലുള്ളതാണ് അശോക ചക്ര. ഇനി ഓക്കെ, ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് താഴെ തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതിനെ നമുക്ക് ആൻസർ ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻസ്? വാട്ട് ഈസ് ദ സെൻറ്റൻസ് ഇൻസ്ക്രൈബ്ഡ് ദ ബോട്ടം ഓഫ് ദ എംബ്ലം? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ എംബ്ലത്തിൻ്റെ ചുവട്ടിലായിട്ട് ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ്. എന്താ എഴുതിയിട്ടുള്ളത്? സത്യമേവ ജയതേ എന്നിട്ടുള്ളതാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്? സത്യം മാത്രം ജയിക്കുന്നു എന്നുള്ളതാണ് അവിടെ എഴുതിയിട്ടുള്ളതിൻ്റെ അർത്ഥം. ഓക്കെ. വാട്ട് ആർ ദ അതർ ആനിമൽസ് സീ ഇൻ ദ എംബ്ലം? നമ്മളെന്താണ്? 4 ഡിറക്ഷനിലേക്ക് നോക്കി നിൽക്കുന്ന ലയൺസ്, സിംഹങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയില്ലേ? ഇനി വേറെ ഏതൊക്കെ ആനിമൽസ് ആണ് ഈ എംബ്ലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്? ഏതൊക്കെയാണ്? ഹോഴ്സ് ഉണ്ട്, അതുപോലെ എലിഫൻ്റ് ഉണ്ട്, ഓക്സ്, കാളയുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഹോഴ്സ്, എലിഫൻ്റ്, ഓക്സ് എന്നിവയെ നമുക്ക് ഈ എംബ്ലത്തിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, നോക്കൂ. നെക്സ്റ്റ് എന്താണ്? നാഷണൽ സോങ്, ദേശീയ ഗീതം. വന്ദേ മാതരം റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈസ് അവർ നാഷണൽ സോങ്. എന്താണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ഓക്കെ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഇൻ ബംഗാളി വിത്ത് സെലക്റ്റഡ് സംസ്കൃത് വേർഡ്സ്. എന്താണ്? ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്? ബംഗാളി ഭാഷയിലും ആണ് എഴുതിയിട്ടുള്ളത്. സംസ്കൃത പദങ്ങളാണ് ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സിംഗ് ദ നാഷണൽ സോങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഇൻ ദ അസംബ്ലി. അസംബ്ലിയിൽ നിങ്ങളുടെ സ്കൂളിലെ അസംബ്ലി സംഘടിപ്പിക്കുമ്പോൾ എന്താണ്? കൂട്ടുകാരുമായി ചേർന്നിട്ട് നമ്മുടെ ദേശീയ ഗീതം ആലപിക്കാനാണ് പറയുന്നത്. ഓക്കെ. ഐഡൻറ്റിഫൈ ദ അതർ നാഷണൽ സിംബൽസ് ഓഫ് ഇന്ത്യ, കളക്ട് ഇൻഫർമേഷൻ ആൻഡ് പിക്ചേഴ്സ് അബൌട്ട് ദം, ഡിസ്പ്ലേ ദം ഇൻ ദ എൻവയോൺമെൻറ്റൽ സയൻസ് കോർണർ. എന്താ പറയുന്നത്? നമ്മുടെ
നാഷണൽ സിംബൽസ് മനസ്സിലാക്കിയില്ലേ? അതുപോലെ കൂടുതൽ നാഷണൽ സിംബൽസ് കണ്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ട് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് കോർണറിൽ പ്രദർശിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് തന്നിട്ടുള്ളത്? വി മസ്റ്റ് എക്സ്പ്രസ് അവർ ലവ് ആൻഡ് റെസ്പെക്റ്റ് ഫോർ അവർ കൺട്രി ആൻഡ് നാഷണൽ സിംബൽസ് ഓൾസോ. ഡിസ്റെസ്പെക്റ്റ് ടു നാഷണൽ സിംബൽസ് ഈസ് പണിഷബിൾ. എന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ദേശീയ അടയാളങ്ങളോട് നമ്മളിപ്പോൾ പഠിച്ചില്ലേ, ഒരുപാട് നാഷണൽ സിംബൽസ് നമ്മൾ മനസ്സിലാക്കിയില്ലേ, അവയോടും നമ്മൾ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ സ്നേഹിക്കുകയും വേണം, ആദരിക്കുകയും വേണം. ഈ ദേശീയ അടയാളങ്ങളോട് അനാദരവ് പുലർത്തുന്നത് എന്താണ്? പണിഷബിളാണ്, ശിക്ഷാർഹമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ദേശീയ അടയാളങ്ങളോടും നാം പ്രകടിപ്പിക്കണം. ദേശീയ അടയാളങ്ങളോട് അനാദരവ് പുലർത്തുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇന്ത്യ അവർ പ്രൈഡ്. ഇന്ത്യ എൻ്റെ അഭിമാനം. വി അണ്ടർസ്റ്റുഡ് ദ പാത്ത് ദാറ്റ് വി have traveled from the slavery of the British to today's India. Freedom that we gained is at the cost of the lives of thousands. എന്ത്? നമ്മളെ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നമ്മൾ എങ്ങനെ എത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത് അല്ലേ? ഓക്കെ, people of India are diverse in language, dress and lifestyles across different regions. Despite this diversity, we are united as Indians. This sense of unity is known as unity in diversity. India is our pride. എന്താ പറയുന്നത്? പല നാടുകളിലായി പല ലാംഗ്വേജസിൽ, ഡ്രസ്സസിൽ, അതുപോലെ എന്താണ് ലൈഫ് സ്റ്റൈലിലൊക്കെ നമ്മൾ എന്താണ് വ്യത്യസ്തരാണല്ലേ ഇന്ത്യക്കാർ. എങ്കിലെന്താണ് ഈ വൈവിധ്യങ്ങൾക്ക്, ഈ ഡൈവേഴ്സിറ്റിയിൽ നിന്നും ഇന്ത്യക്കാർ എന്ന നിലയിൽ നാം എന്താണ്? ഒന്നാണ്. ഈ ഒന്നാണ് എന്നുള്ള ഐക്യബോധത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യുണൈറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. എന്താണ് യുണൈറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ്? നാനാത്വത്തിൽ ഏകത്വം. ഇന്ത്യ എന്താണ്? നമ്മുടെ അഭിമാനമാണ്. ലെറ്റ്സ് സേ ഇറ്റ് ടുഗദർ ഇൻ വൺ വോയിസ്. എന്താണ്? ഒരേ സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം. ഇന്ത്യ ഈസ് മൈ കൺട്രി, മൈ ഓൺ കൺട്രി. ഐ വാല്യൂ ഇന്ത്യ മച്ച് മോർ ദാൻ മൈ ലൈഫ്. എന്താണ്? ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം എന്നാണ് നമ്മളെന്താണ് ഒരേ സ്വരത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എന്നുള്ള അഭിമാനത്തോടു കൂടി നമുക്ക് പറയാവുന്ന കാര്യമാണല്ലേ? ഇന്ത്യ ഈസ് മൈ കൺട്രി, മൈ ഓൺ കൺട്രി. ഐ വാല്യൂ ഇന്ത്യ മച്ച് മോർ ദാൻ മൈ ലൈഫ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിലെ വർക്കുകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെറ്റസ് അസസ്, വിലയിരുത്താം. ഫസ്റ്റ് വൺ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണല്ലേ. ഫസ്റ്റ് വൺ എന്താണ് തന്നിട്ടുള്ളത്? ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ. ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ്? ഓഗസ്റ്റ് 15, 1947. ഇനി ദ ഡേ ദ ഇന്ത്യൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ജനുവരി 26, 1915. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ ഡേ എന്നാണ്? ഓഗസ്റ്റ് 8, 1942. ഗാന്ധിജീസ് ഡേ ഓഫ് ഡെത്ത്. ഗാന്ധിജി മരണപ്പെട്ടത് എന്നാണ്? ജനുവരി 30, 1948. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26, 1949. ഓക്കെ, സെക്കൻഡ് വർക്ക് എന്താണ് നോക്കാം. മാർക്ക് ട്രൂ ഓർ ഫാൾസ്, ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്താനാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഗോവ ഷെയർ എ ബോർഡർ വിത്ത് കേരള. ഗോവ എന്താണ്? കേരളവുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ശരിയാണോ? ഇല്ലല്ലേ, ഫോൾസ് ആണ്. ഇനി നെക്സ്റ്റ് എന്താണ്? ഇന്ത്യ ഹാസ് കോസ്റ്റ് ലൈൻസ് ബൈ ദ അറേബ്യൻ സീ ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ. എന്താണ്? അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യയിൽ തീരമുണ്ട്. ട്രൂ ആണല്ലേ. ഹിന്ദി ഈസ് ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. എന്താണ്? ട്രൂ ആണല്ലേ. നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ്? ഇന്ത്യ ഹാസ് 5 നൈബറിംഗ് കൺട്രീസ്. ട്രൂ ഓർ ഫോൾസ് പറയൂ. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണല്ലേ. ഫോൾസ് ആണല്ലേ. ഇന്ത്യക്ക് 5 അയൽ രാജ്യങ്ങളാണുള്ളത്. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണല്ലേ. എത്ര അയൽ രാജ്യങ്ങളാണുള്ളത്? 9
അയൽ രാജ്യങ്ങളാണ് അല്ലേ, നൈബറിങ് സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. ഏതൊക്കെയായിരുന്നു? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ചൈന, മാലിദ്വീപ്, മ്യാൻമർ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഇതൊക്കെയാണ് നമ്മുടെ 9 നൈബറിങ് കൺട്രീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, തുടർ പ്രവർത്തനങ്ങളാണല്ലേ. എന്താണ് ഫസ്റ്റ് വൺ? എന്താണ്? ഓർഗനൈസ് ആൻ എക്സിബിഷൻ ഇൻ യുവർ സ്കൂൾ ഡിസ്പ്ലേയിങ് പിക്ചേഴ്സ്, ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ. എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വാർത്തകളും വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി വിദ്യാലയത്തിൽ നിങ്ങളുടെ സ്കൂളിൽ എന്താണ് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വാക്ക് എന്താണ്? പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം ബൈ ഇൻക്ലൂഡിങ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. എന്താണ്? ഇന്ത്യയിലെ വേരിയസ് സ്റ്റേറ്റ്സ്, ഡിഫറെൻറ്റ് ഓരോ നമ്മൾ 28 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ, അതിൻ്റെ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡിജിറ്റൽ ആൽബം പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അല്ലേ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ഈസ് മൈ കൺട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കുക, വർക്കുകളൊക്കെ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.